മുട്ട ബുർജി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇത് ഞാൻ ഗോവയിൽ പോയപ്പോൾ ഒരാഴ്ച അവിടെ GST വിസിറ്റ് ഉണ്ടായി. അവിടെ ഒരു കൺവെൻഷന് പങ്കെടുക്കേണ്ടി വന്നു. അപ്പോൾ ആ കൺവെൻഷനിൽ പടുത്ത ഹോട്ടലിൽ താമസിച്ചിരുന്നത്. ആ ഹോട്ടലിൽ അവർ ഈ എഗ് ബുർജി ഉണ്ടാക്കി. അപ്പം ഞാൻ കിച്ചണിൽ ചെന്നത് പഠിക്കുന്നുണ്ടായത്. അതായത് ഇപ്പോൾ തൽക്കാലം ഞാൻ 2 മുട്ട ആ ചെറിയ മിക്സൊക്കെ ഇട്ടിട്ടൊന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് മിക്സുകൾ. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ സബോള ഉണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളകുണ്ട്, കൂടാതെ ഫ്ലവർ ഉണ്ട്, തക്കാളി ഉണ്ട്, ക്യാരറ്റ്, പിന്നെ ഇത് ക്യാബേജ്, പിന്നെ ക്യാപ്സിക്കം. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ. അപ്പോൾ മുട്ട ഞാൻ ഓൾറെഡി കൊത്തി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ചെയ്യാൻ പോണത്, ഞാനതിൽ വെളിച്ചെണ്ണയും കൂടി ഇത്തിരി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ പാത്രമുണ്ട്. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി വേണം, കുരുമുളക് പൊടി വേണം, ഉപ്പ് വേണം, പിന്നെ നേരത്തെ 2 കോഴിമുട്ട. അത് കോഴിമുട്ട കാണിക്കാൻ വെച്ചാണ്, നേരത്തെ നമ്മൾ അത് അടിച്ചിട്ടുള്ളതാണ്. ഇനി പാകം ചെയ്യാനുള്ള പരിപാടിയാണ്. അതായത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി പാകം ചെയ്യണത് കാണിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കുക, ഈ ഇൻഗ്രീഡിയൻസ് ആദ്യം മുട്ട പൊരിക്കുക, എന്നിട്ട് അത് ചിക്ക് ആക്കി വയ്ക്കുക. ഒരുവിധം വേവായി കഴിയുമ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, എല്ലാ സാധനങ്ങളും ഇടുക. നന്നായിട്ട് ഡ്രൈ ആവുന്ന രീതിയിൽ, അതായത് കുറച്ച് സോഫ്റ്റ് ആവണം, എന്നാലും വെള്ളം പറ്റാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകണം. ഓക്കെ, നമ്മുടെ കടായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ആദ്യം നമ്മൾ ചെയ്യണത് സാധാരണ പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ. വെളിച്ചെണ്ണ നമ്മളത് കണക്കാക്കിയിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. കാരണം ആ സബോളയൊക്കെ നമുക്ക് ഇത് വേണം. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഇത്തിരി കൂടിയെന്ന് വിചാരിച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സബോളയും കുറച്ച് സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒന്ന് മുറുകാൻ വേണ്ടി അതിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇത് ചെയ്യണം, ചിക്ക് ബുക്ക് ആക്കണം. ഓക്കെ, ഇത് 2 മുട്ടേ ഉള്ളൂ എന്ന് ആലോചിക്കണം. നമ്മളിത് നല്ല ചിക്ക് ബുക്കാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടി ചിക്ക് ബുക്കാക്കാം. ഇനിയാണ് കേട്ടോ മറ്റേ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ഇടാൻ പോണത്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇട്ടിട്ടുണ്ട്, വെജിറ്റബിൾ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇത് സാധാരണ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഒരു തമിഴന്മാരോ അവർ വന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യില്ലേ, അവിടെയാണ് എനിക്ക് ഒരു ഇഷ്ടമായി. പക്ഷേ നമുക്കത് കഴിക്കാൻ വലിയ തൃപ്തി ഇല്ലെങ്കിലും ടേസ്റ്റ് അറിയാൻ വേണ്ടി ഒരിക്കൽ കഴിച്ചു. അവരേതാണ്ട് സോസൊക്കെ ഇട്ട് തന്നു, നന്നായി. ഞാൻ സോസൊന്നും ചേർക്കണില്ല, സാധാരണ പോലെ ഉണ്ടാക്കുന്നുള്ളൂ. സോസ് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ചേർക്കാം. ഞാൻ പൊടികൾ ചേർത്തിട്ടില്ല കേട്ടോ, അത് പിന്നീട് ചേർക്കുള്ളൂ. ഉപ്പ് വേണമെങ്കിൽ ഒരു നുള്ളിൽ ഇപ്പം തന്നെ ഇടാം. ഈ മഞ്ഞൾപ്പൊടി കുറച്ച് നേരം ഇടുള്ളൂ. ഏറ്റവും അവസാനമാണ് കുരുമുളക് പൊടി ഇടാം. ഓക്കെ, ഞാൻ തുടങ്ങട്ടെ കേട്ടോ. നേരത്തെ ഞാൻ ക്യാരറ്റ് പറഞ്ഞതൊന്നും എനിക്കൊരു ഓർമ്മയില്ല, അപ്പോൾ ക്യാരറ്റും ചേർക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ ഈ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി ക്ഷമിച്ചാലും കുഴപ്പമില്ല, നമ്മൾ മഞ്ഞൾപ്പൊടി ഇടും. അപ്പോൾ പറയാനുള്ളത്, നമുക്ക് എന്തും ചേർക്കാം. അതായത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതിൽ ചേർക്കുക, വെജിറ്റബിൾസ്. അപ്പോൾ നമ്മൾ ഫ്ലവർ പച്ചയ്ക്ക് കഴിക്കില്ലല്ലോ, ക്യാബേജും പച്ചയ്ക്ക് കഴിക്കില്ല. അപ്പം ഞാനത് നല്ല ഉപ്പിട്ട് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. ഹാഫ് വെന്തു, ഒരു പകുതി വെന്തു. അപ്പോൾ ആ പച്ചപ്പ് അങ്ങോട്ട് മാറും. തന്നെയല്ല, അതിൽ വല്ല അഴുക്കുകളോ പുഴുക്കളോ ഈ ഫ്ലവറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നു. ആ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ ആ കളറിലൊരു വ്യത്യാസം കണ്ടാം. അത് ശരിയായിട്ട് ഇളക്ക് വന്നിട്ടില്ല. അപ്പം ഞാൻ അവിടെ ഇവിടെ ഒന്ന് ചൂടാവട്ടെ, വെള്ളം ഒന്ന് വറ്റട്ടെ എന്നുള്ള രീതിയിലിട്ടെ. ഇനി കുരുമുളക് പൊടി കൂടി ഇടാനുള്ളൂ. ഇതൊന്ന് വെന്ത് ഒരു ഹാഫ് ഡ്രൈ ആകുമ്പോഴാണ് കുരുമുളക് പൊടി ഇടുള്ളൂ. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ പോകാതിരിക്കാൻ വേണ്ടി
അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ ഇറക്കണം. തന്നെയല്ല ഇത് കുട്ടികൾക്കും കഴിക്കാം, കാരണം എരിവ് കാര്യമായിട്ടില്ല. നല്ല വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ താങ്ക്സ് ടു ഗോവ. അത് മങ്കി മൈൻഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. അവരെന്നോട് നല്ല രീതിയിൽ നല്ല സഹകരണം ഉണ്ടായി. അവരെന്നെ പഠിപ്പിച്ചു തന്നു. ഒരു ചായ ഉണ്ടാക്കണതും എന്നോട് പഠിപ്പിച്ചു തന്നു. ഇഞ്ചിയും അവരുടെ ഒരു തരം പ്രത്യേക ചായയിലും പിന്നെ ഫുൾ വെള്ളം ചേർക്കാത്ത പാല് ഒഴിച്ചിട്ട് ഒരു ചായ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. അത് പിന്നെ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇട്ടോളാം കേട്ടോ. അപ്പം ഞാൻ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയൊന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോഴിമുട്ട ഉപയോഗിച്ച് കുറച്ച് വെജിറ്റബിളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് രാത്രിയിൽ ഒരു ന്യൂട്രീഷ്യസ് ഫുഡായിട്ട് മാറും. നമുക്കതൊരു പോഷകാഹാരം എല്ലാം ചെയ്ത് വേറെ കാര്യമായിട്ട് ഭക്ഷണം കഴിക്കണമെന്നില്ല. എന്നോട് ചോറ് കഴിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ചപ്പാത്തി മാത്രം വലിയ ഗുണവാനൊന്നും അല്ല. അപ്പം ഞാനിങ്ങനെ രാത്രി വെജിറ്റബിളായിട്ടുള്ള ഇങ്ങനെ ഒരു 2 മുട്ടയും, ഇത് മുഴുവൻ എനിക്ക് തിന്നാൻ പറ്റില്ല, പകുതി ഞാൻ പിള്ളേർക്ക് മാറ്റി വയ്ക്കും. പക്ഷെ ഇത് നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ കഴിച്ച് നോക്കണേ, ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഒരു വെറൈറ്റി. ഓക്കേ. അപ്പം ഞാൻ ഇത് സർവിങ് പ്ലേറ്റിലേക്കൊന്നും മാറ്റണില്ല, ഇവിടെ തന്നെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.